എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമുക്ക് പറഞ്ഞു തരാൻ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാൻ 0.04 BNB ഉപയോഗിച്ച് ഓർ 25 USDT അല്ലെങ്കിൽ ഇന്ത്യൻ മണി 2500-നും 2700-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഉപയോഗിച്ചാണ് ഇതിൽ ജോയിൻ ചെയ്യുക. വിവിധ തരത്തിലുള്ള വരുമാനങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഇത് 2 മെട്രിക്സ് പ്ലാൻ ആണ്. 2, 4, 8, 16, 32, 64 6 ലെവലും അതിനുശേഷം 7 തുടങ്ങി 12 വരെയുള്ള ലെവലുകൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേഷനുമാണ്. ഈ പ്രോഗ്രാം നമുക്ക് ട്രസ്റ്റ് വാലറ്റിലും ടോക്കൺ പോക്കറ്റിലും മെറ്റമാസ്കിലും സൈപ്പാൾ എന്ന ക്രിപ്റ്റോ വാലറ്റ് വഴിയും നമുക്കിത് ജോയിൻ ചെയ്യാം. ഇതിന് 12 കീവേഡും ഒരു പാസ്വേഡാണ് ലഭിക്കുക. മാന്യ വ്യക്തിത്വങ്ങൾ ആ 12 കീവേഡും പാസ്വേഡും വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ധന്യ നിമിഷത്തിൽ നമ്മൾ കേൾക്കാൻ വന്നിരിക്കുന്നത് ഈ BNB സ്മാർട്ട് ചെയിനെ കുറിച്ചുള്ള പ്ലാനാണ്. അത് നമ്മൾക്ക് പ്രസന്റ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഗ്രേറ്റ് ലീഡറും ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും സർവോപരി നമുക്കെല്ലാം സുപരിചിതനുമായ റഹ്മാൻ സാറിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് കം റഹ്മാൻ സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ആരംഭിക്കാം. ഇന്ന് കുറച്ച് ലേറ്റായി പോയി, കാരണം കുറെ ആൾക്കാർ കണ്ടിന്യൂസ് ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരുന്നു അഡ്മിനിലേക്ക്. അപ്പോൾ അത് മാക്സിമം ആൾക്കാരെ കേട്ടിട്ട് തുടങ്ങാൻ ആദ്യമായിട്ട് ഈ ഒരു സൂം മീറ്റ് BNB അറിയാനും ഈ ഒരു പ്രോഗ്രാം നെഞ്ചിലേറ്റി അതിൽ വർക്ക് ചെയ്യാനും അതിലൂടെ വലിയ ഒരു വരുമാനം കണ്ടെത്താനും വേണ്ടി ഈ ഒരു സൂമിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നന്ദി. ഇന്ന് നമ്മൾ ഈ ഒരു സൂമിൽ BNB സ്മാർട്ട് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ വെറും 0.04 BNB അല്ലെങ്കിൽ 25 USDT അല്ലെങ്കിൽ 26 USDT INR ഒരു 2500, 2600, 2700 രൂപ ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. BNBയുടെ റേറ്റ് ഡെയിലി ക്ലോസ് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നേടാം സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കമ്പനിയുടെ വാലറ്റിലൊക്കെയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻസിന്റെ നമ്മുടെ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന BNB നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളൊരു വിഡ്രോവലിനോ അല്ലെങ്കിൽ ഒരു വെയിറ്റിങ്ങിനോ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. 100% വാലറ്റ് ടു വാലറ്റ് ആണ് ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ താഴെ ഒരു ID പ്ലേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതേ സമയം തന്നെ ഇൻകം, ഒരു ID അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ സ്പോട്ടിൽ ആ ഒരു ബെനിഫിറ്റ് അങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, BNB സ്മാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം 2 മാട്രിക്സിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് 2, 4, 16, 32, 64 അങ്ങനെ 6 ലെവലുകൾ. അതിനുശേഷം സെയിം നമ്മുടെ 2, 4, 8, 16, 32, 64 എന്ന അതേ ടീം ബാക്കി 6 ലെവലിൽ താഴേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആണ് ലെവലുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഇൻകം വാങ്ങി ഫില്ലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്?
BNB സ്മാർട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് 0.04 BNB ആണ് രജിസ്ട്രേഷൻ ആവശ്യം. ഈ 0.04 BNBയിൽ 0.01 BNB ഡയറക്റ്റ് റെഫറൽ ഇൻകം ആണ്. ബാക്കി 0.03 ഫുൾ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ട്രീയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് 100%. സോ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ലെവൽ നമ്മൾ ആരംഭിക്കുന്നത് 0.03 into 2 എന്നൊരു രീതിയിലായിരിക്കും. അത് ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 0.04 into 2 0.8 എന്ന രീതിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലെവല് സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മള് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഫസ്റ്റ് ലെവലിലേക്ക് 2 ആൾക്കാരെയാണ്. ആ 2 ആൾക്കാരെ നമുക്ക് ഡയറക്റ്റ് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അല്ല, ഇതിൽ ഓൾ സ്പിൽ ഓവർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് ത്രൂ ആണ് നമുക്ക് ആൾക്കാർ വരുന്നതെങ്കിൽ നമുക്ക് 03 + 03 06 BNB നമ്മുടെ വാലറ്റിലേക്ക് വരും. ഈ ഒരു 06 വന്നു കഴിഞ്ഞാൽ നമുക്ക് 0.05 അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ലെവലിൽ മാത്രമാണ് ID ആക്ടിവേഷൻ ആക്കുന്നതിന്റെ ഫണ്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലെവലിൽ മാത്രമാണ്, ഫസ്റ്റ് ലെവലിൽ 2 പേരുടെ ID പ്ലേസ്മെന്റ് ആകുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ മാത്രമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ലെവലുകളിലെല്ലാം നമുക്ക് അപ്ഗ്രേഡ് ഇൻകം ആണ് കിട്ടുന്നത്. ഇത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഓരോ ലെവലിലും ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമോ എന്നുള്ളത്. ഓരോ ലെവലിലും ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് കമ്മീഷൻ കിട്ടും. ആ വരുന്ന ആൾക്കാരെ നമ്മളാണ് ഡയറക്റ്റ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഓരോ ലെവലിലും 1 വെച്ചിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടും. അതല്ല എങ്കിൽ ആ ഫസ്റ്റ് ലെവലിലെ 2 ആൾ വരുമ്പോൾ മാത്രമുള്ള ഇൻകമാണ് നമുക്ക് നമുക്ക് രജിസ്ട്രേഷനിലൂടെ, നമ്മുടെ താഴെ വരുന്ന രജിസ്ട്രേഷനിലൂടെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഇൻകം 0.03 or 4 മാത്രമായിരിക്കും. ക്ലിയർ ആയില്ലേ? ദെൻ ഇനിയുള്ള ബാക്കി 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലെവലിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇൻകം വാങ്ങുന്നത്? നമുക്ക് അവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയും നമ്മുടെ താഴേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രീയിലേക്ക് 2, 4, 8, 16 അങ്ങനെ ഫില്ലായി പോകുന്ന ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഇൻകമാണ് പിന്നീട് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ താഴെ ഫസ്റ്റ് ലെവലില് 2 പേരാണ്. 2ന്റെ മെട്രിക്സ് ആയിട്ട് തന്നെ 2 ആൾക്കാരായിരിക്കും നമ്മുടെ നേരെ താഴെ ഫസ്റ്റ് ലെവലിലേക്ക് വരിക. ഈ 2 ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 0.06 മിനിമം കിട്ടും. നമ്മളാണ് ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 0.08 കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0.05 അപ്ഗ്രേഡ് ചെയ്യാം. 0.05 അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ ലെവലിലേക്ക് പോകുകയും 2ാമത്തെ നമ്മുടെ ലെവലില് അപ്ഗ്രേഡിങ് ഇൻകം വാങ്ങാൻ എലിജിബിൾ ആകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് 2ാമത്തെ ലെവലില് അപ്ഗ്രേഡ് ചെയ്ത് 2ാമത്തെ ലെവലിലെ ഇൻകം നമ്മൾ എന്താക്കുന്നുണ്ട്, റിസീവ് ആവാൻ വേണ്ടിയിട്ട്, അവിടുന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഇൻകം റിസീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക? ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെവലില് 2 പേര് വന്നു, ആ 2 പേരുടെ പൈസ കിട്ടി. ഇനി നമ്മളെ ലെവലില് 4 പേരാണ് വരാനുള്ളത്. കറക്റ്റ് അല്ലേ? 2 കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെവലില് 4 പേരായിരിക്കും വരുന്നത്. ഈ 4 പേര് വരികയും ഈ 4 പേര് നമ്മളിപ്പോ 0.05 ആണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇതുപോലെ 0.05 അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ആ 4 പേര് ചെയ്യുന്ന 0.05 into 4 is equal to 0.2 നമുക്ക് ഇൻകം ആയിട്ട് ലഭിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ താഴെ 2 പേര് വന്നു, അവരുടെ ഐഡിയുടെ പ്ലേസ്മെന്റ്, ID അടിച്ച അല്ലെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത പണം അല്ലെങ്കിൽ ആ ഒരു BNB നമ്മുടെ വാലറ്റിലേക്കാണ് വരുന്നത്.
അത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് 4 പേരാണ് വരുന്നത്. അവർ രജിസ്റ്റർ ചെയ്യുന്ന പൈസ നമുക്കല്ല വരുന്നത്, നമ്മൾക്ക് മുമ്പ് വന്ന 2 പേരുടെ താഴെ ആണ് ആ 4 പേര് വരുന്നത്. 2+2 4 പേര്. അപ്പൊ അവരുടെ ഇൻകം ആ നിൽക്കുന്ന നമ്മുടെ താഴെ വന്ന 2 പേർക്കാണ് അവർ രജിസ്റ്റർ ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ BNB അവർക്കാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് ഈ 4 പേരെന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം. നമ്മളിപ്പം നമുക്ക് 2 പേര് വന്നപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ലേ 0.05. അതുപോലെ 4 പേരുടെ താഴെ ഈ 2 പേര് വെച്ച് വരുമ്പോൾ അവർക്കൊരു ഇൻകം കിട്ടും. ആ ഇൻകം എടുത്തതിന് ശേഷം അവര് അപ്ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു 0.05 ആണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇതിന്റെ ഒരു കാൽക്കുലേഷൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ ആണ്. നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. നമ്മളെ പോക്കറ്റിൽ നിന്ന് ഒന്നും എടുത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ചെലവാക്കേണ്ടത് 0.04 BNB. പിന്നീട് നമുക്ക് കിട്ടുമ്പോൾ ഓരോ അപ്ഗ്രേഡ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 100% നമുക്ക് 12 ലെവലുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കും. 4138 BNB നമുക്ക് നേടാനും സാധിക്കും. സിമ്പിൾ ലോജിക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സൂമിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ലോജിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അപ്ഗ്രേഡ് ഇൻകം, അതുപോലെ തന്നെ ഇതിന്റെ റൂള് എങ്ങനെയാണ് നമുക്ക് 12 ലെവല് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒന്നുമില്ല, നമ്മൾ എന്ത് പറയുന്നോ അത് തന്നെ അവസാനം വരെയും 12 ലെവൽ വരെയും നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാര് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ ടീമിൽ വന്ന എല്ലാവരും 12 ലെവലിൽ വന്ന ആൾക്കാരും ഏൺ ചെയ്യും. 2ന്റെ മെട്രിക്സ് ആയതുകൊണ്ട് ഈ ഒരു ട്രീ ഓടി പോകണമെങ്കിൽ ഒരാള് 2 പേരെ ഉറപ്പായിട്ടും കൊണ്ടുവരിക, പ്ലസ് അതാത് സമയത്തെ അപ്ഗ്രേഡ് കറക്റ്റായിട്ട് ചെയ്യുക. ഇത് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രീ നീണ്ടു പോയിക്കളും. ഒരിക്കലും ഇത് സ്റ്റക്ക് ആവുന്നില്ല. പിന്നെ നമുക്ക് എത്ര ഡയറക്ട് റെഫറൽ എടുത്താലും നമുക്ക് 0.01 കിട്ടും. പ്ലസ് നമ്മുടെ ട്രീ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പ്ലസ് നമ്മുടെ ട്രീയിലെ അപ്ഗ്രേഡ് ആണ് നമ്മുടെ ഇൻകം. അപ്പൊ നമ്മുടെ ട്രീ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ അപ്ഗ്രേഡ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ 2 ലെവൽ നമുക്ക് ഇൻകം ഞാൻ പറഞ്ഞു നിർത്തി. ഈ 2 ലെവൽ ഇൻകം ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് 2 രജിസ്ട്രേഷൻ ഇൻകവും, രണ്ടാമത്തെ ലെവലിൽ ഫസ്റ്റ് അപ്ഗ്രേഡിന്റെ ആ 4 പേരുടെ ഫസ്റ്റ് അപ്ഗ്രേഡ് 0.05 ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 4 പേര് ചെയ്യുമ്പോൾ 0.2 BNB നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും. ആ 0.2 BNBയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 11,000 മേളിലാണ്, ടു 12,000 ഇടയ്ക്കാണ് ഇതിന്റെ ഒരു വാല്യൂ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഒറ്റ ലെവലിൽ ഇൻകം തന്നെ നമ്മൾ ഒരു 2,500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്തേക്ക് വന്ന് ഫസ്റ്റ് നമ്മൾ ഒരു ഇൻകം കിട്ടി. രണ്ടാമത് ഒരു അപ്ഗ്രേഡ് ഇൻകം വരുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു എമൗണ്ട് തന്നെയാണ്. ഓക്കെ, ഈ 2 കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ലെവല് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. 3ാമത്തെ ലെവല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. 3ാമത്തെ ലെവലില് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട തുക 0.1 ആണ്. അപ്പൊ 0.1 എവിടെ നിന്ന് കിട്ടി? നമുക്ക് 2 കിട്ടിയതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു 0.1 എടുത്ത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് 5 പൈസ പോലും ഈ 0.04 BNB അല്ലാതെ വേറൊന്നും എടുക്കേണ്ടതില്ല. അപ്പൊ നമ്മളിവിടെ 3ാമത്തെ ലെവലില് 0.1 അപ്ഗ്രേഡ് ചെയ്തു. ഈ 3ാമത്തെ ലെവലില് 2, 4 പിന്നീട് 3ാമത്തെ ലെവലിൽ വരേണ്ട 8 പേര്, 8 ആൾക്കാർ 0.1 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 0.1 വെച്ച് ഈ 8 ആള് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 0.1 അങ്ങനെ 0.1 into 8 0.8 BNB നമ്മുടെ ഓരോരുത്തരുടെ വാലറ്റിലേക്കും അതാത് സമയങ്ങളിൽ വന്നു ചേരും. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 0.8 BNB നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വെറും 0.5 BNB മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്ഗ്രേഡ് ചെയ്താൽ മതി. 0.8 BNB കിട്ടുമ്പോഴാണ് നമ്മൾ 0.5 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 1ാമത്തെ ലെവലും 2ാമത്തെ ലെവലും 3ാമത്തെ ലെവലും അപ്ഗ്രേഡ് ചെയ്തു. നമുക്ക് ഇനി 4ാമത്തെ ലെവല് നമ്മൾ 0.5 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ 4ാമത്തെ ലെവലിൽ 16 ആൾക്കാർ വരും. ഈ 16 ആൾക്കാരും 0.5 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്കാണ് കിട്ടുന്നത്. അങ്ങനെ 16 പേര് 0.5 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 BNB കിട്ടും. നമ്മൾ വെറും 4 ലെവല് നമ്മൾ ഫുൾഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റേഞ്ച് മാറി 8 BNB. ഒരു BNBക്ക് മിനിമം ഒരു 60,000 രൂപ വെച്ച് കൂട്ടിയാലും 8 BNB ആകുമ്പോൾ എന്താ എമൗണ്ട്? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നല്ലൊരു എമൗണ്ട്, നല്ല INR-ൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ 8 BNB നമുക്ക് കിട്ടുമ്പോൾ
നമ്മൾ അഞ്ചാമത്തെ ലെവലിലേക്ക് നമ്മൾ ഒരു BNB അപ്ഗ്രേഡ് ചെയ്താൽ മതി. ബാക്കി നമ്മുടെ വാലറ്റ് ബാലൻസ് ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ബാലൻസ് 7.41 BNB നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഒരു BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ ലെവലിൽ 2, 4, 8, 16 അടുത്ത് 32 ആൾക്കാരാണ് നമ്മുടെ അഞ്ചാമത്തെ ലെവലിൽ ഉണ്ടാവുക. ഈ 32 പേര് ഒരു BNB വെച്ചിട്ട് അവര് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിൽ 32 BNB നമുക്ക് അഞ്ചാമത്തെ ലെവലിൽ വാലറ്റിൽ ഇൻകം വരും. ഇവിടെ നമ്മൾ 32 BNB വരുമ്പോൾ 3 BNB ആണ് നമ്മുടെ ആറാമത്തെ ലെവല് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം. നമ്മൾ ആറാമത്തെ ലെവലിലേക്ക് 3 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വാലറ്റ് ബാലൻസ് 36.41 BNB നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ദെൻ നമ്മളിപ്പോ ആറാമത്തെ ലെവലിലേക്ക് 3 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ഈ 3 BNB അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ആറാമത്തെ ലെവലിൽ വരേണ്ടത് 64 ആൾക്കാരാണ്. ഈ 64 ആൾക്കാര് 3 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിൽ 192 BNB ആണ്. ഈ 192 BNB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 7 BNB ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ആ 7 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാലറ്റിൽ എത്ര ബാലൻസ് ഉണ്ടാവും? 221.41 BNB നമുക്കിവിടെ ബാലൻസ് ഉണ്ടാവും. അപ്പൊ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻസ് 221 BNB ആണ്. ചിന്തിക്കുക, നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒന്ന് 0.04 BNB ഉപയോഗിച്ചുള്ള ഈ ഒരു രജിസ്ട്രേഷൻ, ഈ ഒരു പ്ലാനിലുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറി വരുന്നു. ദെൻ നമ്മൾ 2 ആൾക്കാരെ മിനിമം, മാക്സിമം എത്ര 1000 ആൾക്കാർ വേണമെങ്കിലും റെഫർ ചെയ്യാം. മിനിമം 2 ആൾക്കാരെ റെഫർ ചെയ്യുക. റെഫർ ലിങ്കും കിട്ടും. പ്ലസ് നമ്മുടെ ലെവലിലേക്ക് ആൾക്കാർ വരും. അവരുടെ ആ ലെവലിൽ വരുന്ന ആളുടെ വരുന്ന രജിസ്ട്രേഷൻ ചെയ്ത പൈസ തന്നെ നമുക്ക്, അത്രയും പൈസ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇതേ കാര്യം അവരോട് പറഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. എല്ലാവർക്കും 100% ഈ ടീമിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ, ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു പ്രോഗ്രാമിൽ എത്ര ആൾ വന്നിട്ടുണ്ടോ അത്ര ആൾക്കും ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% വിജയിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ വാലറ്റ് ബാലൻസ് 221 BNB. 7 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ആണ് ഈ 221 BNB നമുക്ക് ഈ ഒരു 6 ലെവൽ വരെ എത്തുമ്പോൾ കിട്ടുന്നത്. ഈ 6 ലെവൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് താഴെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ ടീമിലുള്ളവർക്ക് സപ്പോർട്ട് കൊടുത്ത് നമ്മൾ അതിനു വേണ്ടി കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കിത് കിട്ടും. ഇത് നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ പണി തീർന്നു, നമ്മളെ ജോലി കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ സിസ്റ്റം AI ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റം AI ടൂളാണ്, മീൻസ് AI സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു റീസൈക്കിൾ വരികയാണ് 6ാമത്തെ ലെവൽ തൊട്ട്. ഇപ്പോൾ ഈ ഒരു റീസൈക്കിൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ വന്ന ആൾക്കാരാണ് 6ാമത്തെ ലെവലിൽ വീണ്ടും നമ്മുടെ താഴെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, നമ്മുടെ താഴെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് താഴെയല്ല, നമുക്ക് ഇപ്പം 7ാമത്തെ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് താഴെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഒരിക്കലും പുതിയ ടീമിലേക്ക് പോകുന്നില്ല, പിന്നെയും കുറെ ആൾക്കാർ വേണ്ടി വരുന്നില്ല. നമ്മൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആ 2 പേര് തന്നെയാണ് നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് തരുന്നത്. ഓക്കെ, ഇവിടെ നേരെ റിപ്പീറ്റ് ആണ്. 7ാമത്തെ ലെവലിൽ 2 പേര് വരുന്നു, 8ാമത്തെ ലെവലിൽ നമ്മുടെ മുമ്പ് വന്ന നമ്മുടെ ടീമിലുള്ള 4 പേര് വരുന്നു, 9ാമത്തെ ലെവലിൽ 8 പേര് വരുന്നു, 10ാമത്തെ ലെവലിൽ 16 പേര് വരുന്നു, 11ാമത്തെ ലെവലിൽ 32 പേര് വരുന്നു, 12ാമത്തെ ലെവലിൽ 6ാമത്തെ ലെവലിൽ വന്ന ആ 64 പേര് തന്നെയാണ് വീണ്ടും വരുന്നത്. സോ നമുക്ക് 6 ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 ലെവൽ ഈസിലി നമുക്ക് കടന്നു പോകാൻ സാധിക്കും. കാരണം ഓൾറെഡി വി ഹാവ് എ ടീം, നമുക്കൊരു ടീമുണ്ട്. ആ ടീം തന്നെയാണ് വരുന്നത് വീണ്ടും. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് നെക്സ്റ്റ് 6 ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടുത്തെ അപ്ഗ്രേഡ്സ് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഒരു PDF നോക്കിയാൽ തന്നെ മനസ്സിലാവും. 7ാമത്തെ ലെവലിലേക്ക് വേണ്ടി നമ്മൾ 6ാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ 7 BNB അപ്ഗ്രേഡ് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്
നമ്മുടെ ഫസ്റ്റ് ടീമിലെ 2 പേര് വരുന്നു. അവർ 7 BNB വെച്ചിട്ട് 14 BNB നമുക്ക് കിട്ടും. ഈ ഒരു 14 BNB കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 12 BNB നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. 8ാമത്തെ ലെവലിലേക്ക്. 8ാമത്തെ ലെവലിലേക്ക് നമ്മൾ 12 BNB അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അപ്പോഴും വാലറ്റ് ബാലൻസ് 223 ഉണ്ടാവും. അപ്പൊ 4 പേര്, പഴയ ആ 4 പേര് വരുന്നു. ഇതേ 12 BNB അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 48 BNB നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 16 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. 16 BNB അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ വാലറ്റ് ബാലൻസ് 256 ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഈ 200 അപ്പോ 4 ആൾക്കാർ വരുന്നു, 12 വെച്ച് ചെയ്യുന്നു, 48 BNB നമുക്ക് കിട്ടുന്നു. 48 BNB കിട്ടുന്ന സമയത്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് 15 BNB നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 256 BNB നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവും. ഈ 15 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 8 പേര് വരുന്നു. ആ 8 പേര് ഇതേ 15 BNB അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 120 BNB കിട്ടും. 120 BNB കിട്ടുമ്പോൾ നമ്മൾ വെറും 25 BNB അടുത്ത ലെവലിൽ 10ാമത്തെ ലെവലിലേക്ക് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം ഈ 10ാമത്തെ ലെവലിൽ എത്ര ആള് ഉണ്ടാവും? 16 ആൾക്കാരുണ്ടാവും. ഈ 16 ആൾക്കാർ നമ്മുടെ 4ാമത്തെ ലെവലിൽ വന്ന 16 ആൾക്കാർ തന്നെയാണ്. അവര് ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്യുന്നു. 16 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നു, 25 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നു. 400 BNB നമുക്ക് കിട്ടുന്നു. നമുക്ക് 721 BNB, നമ്മള് 30 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 721 BNB നമ്മുടെ വാലറ്റ് ബാലൻസിൽ ഉണ്ടാവും. പിന്നെ 11ാമത്തെ സ്റ്റേജിൽ 32 പേര് വരും. അവർ 30 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യും. 960 BNB നമുക്ക് കിട്ടും. ഈ 960 BNB നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ 39 BNB എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പൊ കൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വാലറ്റിൽ 1642 BNB നമ്മുടെ വാലറ്റ് ബാലൻസ് ഉണ്ടാവും. അപ്പോ സെക്കൻഡ് ലെവലിലേക്ക് 64 പേര് വരും. 39 BNB അവര് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ വാലറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരും. നമ്മുടെ വാലറ്റിൽ ആ സമയത്ത് 2486 BNB ആയിരിക്കും നമ്മുടെ വാലറ്റിൽ വരുന്നത്. പ്ലസ് നമ്മുടെ പഴയ വാലറ്റ് ബാലൻസ് 1642 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4138 BNB നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മേടിക്കാൻ സാധിക്കും. ഇത് വാങ്ങാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണ്ട, ഒരുപാട് പണിയെടുക്കണ്ട. നമ്മൾ കറക്റ്റ് ഡ്യൂപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആൾക്കാരോട് പറയുക. ഇതിൽ ഓട്ടോ സ്പിൽ ഓവർ ഉണ്ട്, ടീം സ്പിൽ ഓവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അതൊക്കെ കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ. നമുക്ക് ഒരാൾ വന്നാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 4000 BNB കിട്ടും. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, 2 ആളെ നിങ്ങൾ മസ്റ്റ് ഡയറക്ട് റെഫറൽ എടുക്കുക. ഇത് തന്നെ അവരോടും പറയുക, എല്ലാ അപ്ഗ്രേഡ്സും കറക്റ്റ് കൃത്യസമയത്ത് ചെയ്യുക. ഇനഫ്, സിമ്പിൾ ആണ്. 4000 BNB എടുക്കാൻ ഇത്രയും ഒരു കാര്യം ചെയ്തൂടെ? ഒരു 0.04 BNB ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് 2 ആളെ കൊണ്ടുവരാൻ പറയാം. കറക്റ്റ് കൃത്യ സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മുടെ ട്രീ, നമ്മുടെ ടീം സെറ്റ്, നമ്മുടെ ഫണ്ട് സെറ്റ്, നമ്മുടെ BNB സെറ്റ്, നമ്മുടെ വാലറ്റ് സെറ്റ്, നമ്മുടെ ഫാമിലി സെറ്റ്, ഓൾ സെറ്റ്. ഓക്കെ ഡിയർ ഓൾ, എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് BNB സ്പാർട്ടിന്റെ സിമ്പിൾ പ്ലാൻ. എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു സെക്ഷന്റെ ഒക്കെ വീഡിയോ മീൻസ് നമ്മുടെ ഈ ഒരു സെക്ഷൻ സൂമിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ബാക്ക് ചെയ്യുക. കൃത്യമായിട്ട് PDF ഓണാക്കി വെച്ചിട്ട് ഈ ഒരു മാറ്റക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ് മാത്രം ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒന്നുകൂടെ 1-2 വട്ടം ഈ വീഡിയോ ഒന്ന് കേൾക്കുക. ഓക്കെ, ഈ പറയുന്ന വോയിസ് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ക്യാച്ച് ചെയ്യും. ദെൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം നെഞ്ചിലേറ്റി ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. ആർക്കും ഒരു ലോസും ഇല്ല. 100% നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ആരുടെ ഒരു രൂപയും നമുക്ക് എന്താക്കണ്ട, ഇല്ലായ്മ ചെയ്യേണ്ട. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ വരുന്ന ആൾക്കാർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഒരാൾക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ ആളെ കാണാമല്ലോ. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ലൈഫിൽ എത്ര ആളുണ്ട്, എത്ര ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് എത്ര ബന്ധങ്ങളുണ്ട്. അതിൽ 2 ആൾക്കാർ, നല്ല ബന്ധമുള്ള 2 ആൾക്കാർക്ക്, ചെയ്യാൻ സാധിക്കുന്ന 2 ആൾക്ക്, കഴിവുള്ള 2 ആൾക്ക് കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ വന്നിട്ട് ഓട്ടോ സ്പില്ലവർ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് അവര് പിന്നെ ഡെയിലി നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കും എന്തേ ഓട്ടോ സ്പില്ലവർ, എന്തേ ഓട്ടോ സ്പില്ലവർ. ഓട്ടോ സ്പില്ലവർ വരും. അത് വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ടീം ലീഡേഴ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ടീം സ്പില്ലവർ കിട്ടും. പിന്നെ ഗ്ലോബലി നിന്ന് ആൾക്കാർ ഈ ഒരു പ്രോഗ്രാം അറിഞ്ഞിട്ട് അവര് നമ്മൾ ആർക്കും വിളിച്ച് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു പ്രോഗ്രാം ഉണ്ട്,
അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് കമ്പനിയുടെ ഡയറക്റ്റ് ലിങ്ക് വഴി, മീൻസ് വെബ്സൈറ്റ് ലിങ്ക് വഴി അവർ ഐഡിയ അടിക്കുന്നവരാണെങ്കിൽ നമുക്ക് താഴേക്ക് വന്ന് വീഴാൻ പ്ലേസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലാതെ ഓട്ടോസ്പില്ലോർ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം എന്താണ്, നമ്മൾ എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഒരു സൂം മീറ്റിംഗ് കേൾക്കാൻ വന്നത്, നമ്മൾ എന്തിനാണ് ഈ 0.04 BNB നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഐഡിയ അടിച്ച് കയറിയത്, നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് BNB ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതിന് വേണ്ടിയിട്ട് മിനിമം വർക്ക് നമുക്ക് ചെയ്താൽ, മിനിമം രീതിയിൽ നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഒരു ഒരു 1000 രൂപ ഒരു ദിവസം നമ്മൾക്ക് ഒരു വർക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ രാവിലെ 10 മണി തൊട്ട് അല്ലെങ്കിൽ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. 4138 BNB ചെയ്യാനായിട്ട് രണ്ടാള്, ഈ കാര്യം പറഞ്ഞ തലയ്ക്കകത്ത് കയറുന്ന രണ്ടാള് കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നു, 2 പേരെ കൊണ്ടുവരാൻ പറയുന്നു. ഇത് മനസ്സിലാവുന്ന 2 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ മതി. അവരുടെ ടീമിൽ താഴേക്ക് ആള് വരുന്നു, അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല സുഹൃത്തെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നല്ല സൂപ്പർ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് 4000 BNB സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മുടെ സൂമിലേക്ക് വാ, നിങ്ങൾ സൂം ഒന്ന് കേക്ക്, നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും, നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകും ഈ കാര്യങ്ങൾ, നിങ്ങൾ ഈസിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സിമ്പിളായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഈ ഒരു കാര്യം. സൂമിലേക്ക് വരാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ അതിന് വേണ്ടി പണിയില്ലല്ലോ. ശരി, അവർക്ക് അതിന് എന്തെങ്കിലും കാരണവശാൽ അതിന് പറ്റിയില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒഴിവേടുകൾ പറഞ്ഞു. അങ്ങനെ ഒഴിവേടുകൾ പറയുന്ന ആൾക്കാർ നമ്മൾ കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൽ താല്പര്യത്തിൽ വരുന്ന ആൾക്കാരിലേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ വൃത്തി. ഓക്കെ, എന്നാൽ പോലും അവർക്ക് ഒരു കോൾ ചെയ്ത് നല്ലൊരു രീതിയിൽ എന്താണ് ഈ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ ചെയ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്, നമ്മളെ 10-15ഓളം നമ്മുടെ അഡ്മിൻസ് ഉണ്ട്. ഏത് അഡ്മിനോ, നിങ്ങളുടെ ടീമോ നിങ്ങളുടെ അപ്ലൈനോ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഏതൊരു അഡ്മിനിലിരിക്കുന്ന ആരെ വിളിച്ചാലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇത് നമ്മുടെ കമ്പനിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ കമ്പനിയിലുള്ള ആൾക്കാരും അവരുടെ ടീമിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണെങ്കിൽ പോലും ഈ ഒരു ടീമിൽ, ഞങ്ങളുടെ ഈ ഒരു ടീമിൽ, ഏഷ്യൻ ടീമിൽ നമ്മുടെ അഡ്മിൻസ് എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ അഡ്മിൻസും സൂപ്പറാണ്. അതിനിപ്പോ എവിടെ നിന്ന് വന്നാലും കോൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആരുടെ അണ്ടറിലാണ് വന്നതെന്നൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് എന്താ സപ്പോർട്ട് വേണ്ടത്, എനിക്കൊരാളുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ പ്ലാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 100% ചെയ്തിരിക്കും, ഒരു സംശയം വേണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എല്ലാ അഡ്മിൻസും ചെയ്തിരിക്കും. ആര് നിങ്ങളോട് ടീം ഏതാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനെ വിളി എന്നൊന്നും പറയില്ല. ഈ അഡ്മിൻസ് ഉറപ്പായിട്ട് നിങ്ങളെ സഹായിച്ചിരിക്കും. ഈവൻ ഞാൻ ഉൾപ്പെടെ, എനിക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. ഞാൻ കുറച്ച് ബിസിയാണ്, മീൻസ് എനിക്ക് ഒരുപാട് ടീമുണ്ട് എൻ്റെ കൂടെ. അപ്പൊ എല്ലാ ടീമിനും ഞാൻ സപ്പോർട്ട് ചെയ്യാം. രാവിലെ എണീക്കുന്നിടം തൊട്ട് രാവിലെ 7 മണിക്കൊക്കെയാണ് എനിക്ക് കോള് വരുന്നത് ഓരോരുത്തർക്ക്. ആ സമയം തൊട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഐഡിയ അടിപ്പിക്കുന്നുണ്ട്, ലൈവ് വീഡിയോ കോൾ ചെയ്തിട്ട്, ചില ആൾക്കാർക്ക് ഐഡിയ അടിക്കാൻ അറിയില്ല, വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ആരെ ടീമാണെന്നോ എന്ത് ടീമാണെന്നോ ഒന്നും ആരും നോക്കുന്നില്ല, ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ കട്ടയ്ക്ക് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നോ, നമ്മൾ നിങ്ങളുടെ കൂടെ കക്കട്ടയ്ക്ക് നമ്മളും കൂടെ നിൽക്കും. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ് കേൾക്കുക, ഡെയിലി സൂമിൽ വരിക, പുതിയ കാര്യങ്ങൾ ഡെയിലി. ഞാനിപ്പോ ഓരോ ദിവസവും ചേഞ്ചസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. സുനീൽ സാർ അതൊക്കെ തന്നെയാണ്. അപ്പൊ ഈ പ്ലാനിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി സൂമിൽ വരുന്നതുകൊണ്ട് നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാർ ഡെയിലി സൂമിൽ വരിക, പുതിയ അവയർനെസ് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കും ഈ ഒരു തലത്തിലേക്ക് എത്താനും മറ്റുള്ള ടീമുകൾക്ക്, മറ്റുള്ള ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഈ ഒരു നമ്മുടെ ടീമിലുള്ള എല്ലാവരും 4138 BNB ചുരുങ്ങിയ സമയം കൊണ്ട് നേടണം എന്ന ആത്മാർത്ഥ ആഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, താങ്ക് യു റഹ്മാൻ സാർ. നന്നായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ട്, വ്യക്തമായില്ലെങ്കിൽ അപ്ലൈനായിട്ട് ഒന്നും കൂടി സിറ്റിങ്ങിന് ഇരിക്കുക, പ്ലാൻ ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കുക. നമുക്ക് ഡെയിലി സൂം ഉണ്ട്, ഡെയിലി പ്ലാൻ പ്രസന്റേഷൻ ഉണ്ട്. ഏത് ലീഡേഴ്സും ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആണ്. കൃത്യമായിട്ട് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. ഓക്കെ റഹ്മാൻ സാർ, ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. അടുത്തത് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. പക്ഷെ ആരും വില്ലിങ് അല്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക.
ഇല്ലെങ്കിൽ നമ്മുടെ സുനീഷ് സാർ ഉണ്ട്, എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിലുള്ളതാണ്. സുനീഷ് സാർ ഇന്ന് നല്ല സാർ മ്യൂട്ട് ആയിപ്പോയി സാർ. പ്ലീസ് സാർ, സുനീഷ് സാർ. Thank you, sir. Thank you so much. Dear friends, very good evening. എൻ്റെ പേര് സുനീഷ് എന്നാണ്. ഞാൻ നമ്മുടെ റഹ്മാൻ സാറ് തന്നെയാണ് എന്നെ ഇതില് ഈ ഒരു വലിയൊരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ സെയിം ഡേ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അത്യാവശ്യം ഏകദേശം ഒരു 320ഓളം പേര് ഇപ്പം എൻ്റെ ടീമിൽ ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതില് എന്നോട് സഹകരിച്ച എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ എന്തോ ദൈവത്തിന്റെ ഒരു കടാക്ഷം എന്ന് പറയാം, കമ്പനിയുടെ ഫസ്റ്റ് 1 BNB അച്ചീവർ എന്നുള്ളൊരു പദവി എന്നുള്ളൊരു റാങ്ക് ഞാൻ എടുത്തു. ഇനി ഇതിലും കൂടുതൽ 2 BNB 10 BNB അതിക്ക് മേലെ എല്ലാവർക്കും ഇതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എൻ്റെ പുറകിൽ ഒത്തിരി പേര് ഏകദേശം 1 BNB ടച്ച് ചെയ്യാനായിട്ട് റെഡിയായി നിൽപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയൊരു എന്താ പറയാ ഇംഗത്തിലേക്ക് വരാം. എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പല കൺസെപ്റ്റും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഇതിന്റെ ഒരു വ്യത്യാസം, നമ്മളുടെ ബിസിനസ് വലുത് എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകതകൾ, അതായത് എല്ലാ ബിസിനസ്സിലും കാട്ടി ഓൺലൈനിന്റെ ചില എന്താ പറയാ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാം. ആ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ഇവിടെ എന്താണ് കമ്പനി ഇല്ലെങ്കിൽ പ്രൊജക്ട് ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഡെവലപ്പർ പുള്ളിയുടെ കയ്യിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യാം. 100% അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ വരാവുള്ളൂ. ഞാൻ ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടന്നു വന്നത്. അപ്പോ എന്തോ പെട്ടെന്ന് എനിക്കൊരു ടീം ഡെവലപ്പായി. കാര്യം അത് ബിസിനസിന്റെ ആ ഒരു മാജിക് തന്നെയാണെന്നാണ് നമ്മുടെ ആ ലെവലിന്റെ ഒരു ട്വിസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ മാജിക്. നമ്മൾ ഒരു തേർഡ് പാർട്ടി ടോക്കണോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ മദർ കോയിനാണ് നമ്മൾ ബൈ ആൻഡ് സെല്ല് നടത്തുന്നത്. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഏകദേശം $590 വിലയുള്ള USDT വിലയുള്ള BNB തന്നെയാണ് നമ്മളിവിടെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു 1.5 BNB അല്ലെങ്കിൽ 2 BNB എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും എനിക്ക് കരുതിയ കാര്യം. പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ BNB എടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇത് വന്നത് എനിക്കൊരു എക്സസ് ഫണ്ടാണ്. സീരിയസ്ലി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയാണ്. നല്ലൊരു കൺസെപ്റ്റാണ്. ഇതിൽ ആരും ഇത് മനസ്സിലാക്കിയിട്ട് വിട്ടുകളയരുത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു 100% ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ 2 മാസം തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ഇതിൽ വലിയൊരു ഏണിങ്സ് ഈ പറഞ്ഞപ്പോൾ ഇപ്പോൾ റഹ്മാൻ സാർ പറഞ്ഞ 4138 തീർച്ചയായിട്ടും അത് മേടിക്കാൻ സാധിക്കും. എങ്കിലും നമുക്ക് അത്രയും നമ്മളിപ്പോൾ വെക്കണ്ട. 1000 BNB സീരിയസ്ലി നമുക്കിത് എടുക്കാൻ സാധിക്കും. കാര്യം നമ്മളൊരു ചെറിയൊരു വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഇംഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. എല്ലാവരുടെ സ്വപ്നങ്ങൾ, എല്ലാവരും ഒരുപാട് പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ നമുക്ക് ഈ ചെറിയൊരു പ്രൊജക്ട്, ഒരു കുട്ടി പ്രൊജക്റ്റാണ്. ഈ കുട്ടി പ്രൊജക്റ്റിൽ വലിയ വരുമാന സാധ്യത, അത് ഒന്നും പറയാൻ ഒരു അൺബിലീവബിൾ ഒരു വരുമാന സാധ്യത, അൺബിലീവബിൾ ടീം. അതായത് ആ ഗ്രൂപ്പ് പോലും വളരെ സിൻസിയറായിട്ട് 20 വർഷമായിട്ട് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യണവരാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ല. ചില കരടുകൾ വരും, അത് അതേപോലെ തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന ഗ്രൂപ്പുകൾ അത്യാവശ്യം എല്ലാവരും പോസിറ്റീവാണ്. എല്ലാവർക്കും വരുമാനമുണ്ട്. ഇന്നലെ വന്നവരും വരുമാനം, ഇന്ന് വന്നവരും വരുമാനം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, വർക്ക് ചെയ്യുക. 2 മാസം കഷ്ടപ്പെട്ടാൽ സീരിയസ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സിലേക്ക് ഒന്നുമില്ല സുഹൃത്തുക്കൾ. ഒരു 100 BNB കിട്ടിയാൽ തന്നെ നമ്മുടെ ഏകദേശമൊക്കെ കാര്യങ്ങൾ സെറ്റിൽ ആവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ ഒരു ഈ ഒരു വരുമാന സാധ്യത ഇവിടെ ഷുവറായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അതിലൂടെ ഒന്ന് നമ്മുടെ ലീഡർമാരോട് സംസാരിച്ച് വളരെയധികം ക്ലാരിറ്റി എടുക്കുക. ആദ്യമേ പ്രോഗ്രാം നമ്മുടെ പ്ലാൻ ഒന്ന് സ്റ്റഡി ചെയ്യുക. നമ്മുടെ പ്ലാൻ മാത്രം സ്റ്റഡി ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്ലാനിൽ നിന്ന് ഈ പറയുന്ന എമൗണ്ട്, നമ്മൾ മുടക്കുന്ന എമൗണ്ട് എവിടെയെല്ലാം പോകുന്നു ഇതുവരെ നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ജോയിനിങ് വെക്കാവുള്ളൂ. ഇല്ലാതെ ഒരു 2500 അല്ലെങ്കിൽ 100 രൂപ പോലും നമ്മുടെ മക്കൾ കഴിക്കേണ്ട പൈസ
ഒരു കമ്പനിയിൽ തീറ്റിക്കരുത്. ആ ഒരു വാശി എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്റ്റഡി ചെയ്യുക, ലീഡേഴ്സായിട്ട് വർക്കൗട്ട് ചെയ്യുക. റഹ്മാൻ സാർ പറഞ്ഞായിരുന്നു അഡ്മിൻസിനെ വിളിക്കുക. തീർച്ചയായിട്ടും ആ ഒരു 8 or 10 അഡ്മിൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അഡ്മിൻസിനെ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതായത് ഒരു ഭേദമില്ലാണ്ട് അവരുടെ ടീമാണെന്നും നോക്കില്ല, ആരുടെ ടീമാണെന്ന് നോക്കില്ല. ആ ഒരു 10-12 പേരും നിങ്ങൾക്ക് സർവീസ് തരാൻ തയ്യാറായിരിക്കും എനി ടൈം. അല്ലെ ഞാനും തയ്യാറാണ് നിങ്ങൾക്ക് സർവീസ് തരാനായിട്ട്. എൻ്റെ പേര് സുനി, എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 100% സർവീസ് ഞാൻ തന്നിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സുനീഷ് സാർ. അടുത്തത് ഇഫ്രാനെ വിളിക്കാനായിരുന്നു വടക്കാഞ്ചേരിയിലുള്ളത്, പക്ഷെ അദ്ദേഹം സൂമിൽ നിന്ന് ലീവായി പോയിട്ടുണ്ട്. എനിവേ, ഇനി നമുക്ക് ഒരു പ്രിപ്പയർഡ് അല്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്ത് വരുന്നില്ല. ഇനി അധികം നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മാത്യു സാറിന് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓക്കെ 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 ഇല്ല സാർ, ഞാന് നമ്മളുടെ ഈ സിസ്റ്റത്തിന്റെ ഓക്കെ പറയൂ. നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ കൺട്രോളിങ് അല്ലെങ്കിൽ മറ്റേ സൂമിൽ പ്രസന്റ് ചെയ്യാൻ, പ്ലാൻ പ്രസന്റേഷൻ നടത്താൻ വീഡിയോസ് സ്ക്രീനിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ഗ്രൂപ്പിനെ നെഞ്ചോട് ചേർത്ത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ടോപ്പ് ലീഡറാണ് അങ്കമാലിയിലുള്ള നമ്മുടെ മാത്യു സാറ് നമ്മളോട് 2 വാക്ക് സംസാരിച്ച് അദ്ദേഹം ഈ ബിസിനസ് ഏറ്റെടുക്കാനും ഇതിൽ നിന്ന് അച്ചീവ് ചെയ്തതും എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെ ഗുണഗണങ്ങള്, ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ സാറ് പറയുകയും ഈ ഇന്നത്തെ സൂം മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിനായിട്ടും സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാത്യു സാർ, പ്ലീസ് കം. താങ്ക് യു സാർ. ജയ്സു സാർ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഞാനിവിടെ ഉണ്ട്. അതിന് റഹ്മാൻ സാറിനോട് നന്ദി പറയുകയാണ്. റഹ്മാൻ സാറ് ഞാനുമായിട്ട് ഒരു വർഷങ്ങളായിട്ടുള്ള 4-5 വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തപ്പം ഒരു സംശയമില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നിന്നു. അതുപോലെ സുനീൽ സാറ് ഇവരെല്ലാം പരിചയപ്പെടാൻ പറ്റി. എന്തായാലും നല്ലൊരു കോർ ടീമിലേക്ക് എനിക്ക് കടന്നു വരുവാൻ തക്കണം ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവരോടൊപ്പം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ പോലും എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൂം കണ്ടക്ട് ചെയ്യാനും അതുപോലെ പല കാര്യങ്ങൾക്ക് ഡിസൈനിങ് അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ബേസിക്കലി ഞാൻ ഡിസൈനറാണ്, ഞാൻ ആർട്ട് ഡയറക്ടറാണ്. പരസ്യ കമ്പനികളിൽ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു അതാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മളെല്ലാവരും വിജയിക്കാൻ ആഗ്രഹമായിട്ട് വന്നതാണ്. വിജയിക്കണം താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. സാധാരണഗതിയിൽ എല്ലാ കമ്പനികളും നമ്മുടെ പൈസ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് കമ്പനിയിലേക്ക് 5 പൈസ പോകുന്നില്ല. കമ്പനിക്ക് നമ്മളിൽ നിന്ന് പൈസ വേണ്ട ആവശ്യമില്ല. കാരണം ആ കമ്പനിയുടെ ഭാഗത്ത് അവർ ആ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഫോർമാറ്റിൽ തന്നെ കിടപ്പുണ്ട്. നമ്മളിതെല്ലാവരും ചെയ്യുന്നത് ഒരേ തൊഴിലാണ്. കമ്പനി ആയാലും നമ്മളായാലും റഹ്മാൻ സാറായാലും സുനിൽ സാറായാലും ആരായാലും, എത്ര ചെറിയ ആൾ മുതൽ എത്ര വലിയ ആൾ വരെ എല്ലാവരും ചെയ്യുന്ന ഒരേ ഒരു പ്രോഗ്രാമാണ്. 2 പേരെ കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് പോവുക. ഇത് 5 പൈസ നമുക്ക് നഷ്ടമില്ല. ആർക്കൊക്കെ വർക്ക് ചെയ്യാവോ, ഇതൊരു കംപ്ലീറ്റ് 100% വർക്കിംഗ് പ്ലാനാണ്. നമ്മൾ ഇതല്ലെങ്കിൽ സ്പിൽ ഓവർ നോക്കി നിന്നിട്ട് ഇതിനകത്ത് വലിയ കാര്യമില്ല. പക്ഷേ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും 2 പേരെ കണ്ടെത്താനായിട്ട് ഓരോരുത്തർ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ടോപ്പപ്പ് ചെയ്യാൻ സഹായിക്കുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. വലിയ പ്ലാനൊന്നും അല്ല ഇത്, വളരെ സിമ്പിൾ പ്ലാനാണ്. 2, 4, 8, 16, 32, 64 ഇത്രയേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാവരും സമയാസമയത്ത് ടോപ്പപ്പ് ചെയ്യുക. എന്തായാലും എനിക്കൊരു വലിയ ടീമൊന്നും ഇല്ലായാലും 10-70 പേരെ ടീം എൻ്റെ ടീമിലുണ്ടായി. എന്തായാലും അതിൻ്റെതായ ബെനിഫിറ്റ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും കുറെ കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്. നമ്മളെല്ലാവർക്കും ഇതിനകത്ത് ഒരു ശബ്ദമുണ്ട്, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള ഒരു നല്ല അവസരമാണ്. മറ്റേതെങ്കിലും കമ്പനിയെ പോലെയല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സപ്പോർട്ട് എടുത്ത് നമുക്ക് സപ്പോർട്ട് തരാൻ നല്ല ലീഡേഴ്സ് ഉണ്ട്, നല്ല മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് നല്ല മാതൃകയായിട്ടുള്ളതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആദ്യത്തെ അച്ചീവർ എന്ന് പറയുന്നത് സുനീൽ സാറാണ്. അദ്ദേഹത്തെ മറികടക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാലഞ്ച് ചെയ്തോ. അദ്ദേഹത്തെ മറികടക്കാൻ പ്രയാസമായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന് മാതൃക നല്ലതാണ്. അദ്ദേഹം ടീം സെറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. വെറുതെ സ്മാർട്ട് വർക്ക് അല്ല, വെറും ആത്മാർത്ഥമായിട്ട് ഓടി നടന്ന് വർക്ക് ചെയ്യണം. എല്ലായിടത്തും സപ്പോർട്ട് കൊടുക്കണം. അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം, അവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിജയിക്കാം.
എന്തായാലും കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ നമുക്ക് എല്ലാവർക്കും നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you all. Bye bye. See you. Good night.